മോഹിനിയാട്ടം കണ്ടു. നല്ല നൈസ് പടം. നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയില്ലേ വാഴ. അതേപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് വാഴ എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല. സെക്കൻഡ് പാർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മറ്റേ ഭരതനാട്യം അതെനിക്കൊരു ഓക്കെ മോഡലൊരു നോർമൽ മൂവി. അതിൽ വലിയൊരു എക്സ്ട്രോർഡിനറി ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് പാർട്ട് ഈസ് ഫാർ മോർ സുപ്പീരിയർ. ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഒരുപാട് എനിക്കിഷ്ടമായി സെക്കൻഡ് പാർട്ട്. ഒരു ഡാർക്ക് ഹ്യൂമർ മോഡിലാണ് ഈ സാധനം പിടിച്ചിട്ടുള്ളത്. മറ്റേതിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ സെക്കൻഡ് ഹാഫിലാണ് ഇതിങ്ങനെ എലിവേറ്റ് ചെയ്ത് ഒരു ട്രാക്കിൽ നിന്ന് മാറി സിനിമ ഒന്ന് ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുക. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇതേ പാറ്റേണിൽ തന്നെ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ഭരതനാട്യം എന്ന് പറഞ്ഞ പടത്തിൻ്റെ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ പടം പോകുന്നത് എന്ന രീതിയിലാണ് വിചാരിച്ചെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരും ഈ സിനിമ ഭയങ്കര അധികം ആക്റ്റീവ് ആവുന്നുണ്ട്, ഭയങ്കര അധികം എൻഗേജിങ് ആവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് മോശമൊന്നുമല്ല, പക്ഷേ ഒരു ട്രാക്കിലേക്ക് കയറുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഈ സിനിമ ഇങ്ങനെ കുടുകുടാ ചിരിപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഈ പടത്തിൽ. എൻ്റെ പറയുമ്പോൾ തന്നെ ഇതൊരു കംപ്ലീറ്റ് ഒരു കോമഡി പടമല്ല, ഒരു ഡാർക്ക് ഹ്യൂമറാണ്. അതിൽ നമുക്ക് ചിരി വരുന്ന രീതിയിലാണ് കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഒരു വലിയ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ ക്യാരക്ടേഴ്സിന് വലിയൊരു ത്രെട്ട് വരുമ്പോൾ അവരിതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. പുതിയൊരു സ്ഥലത്ത് പോയിട്ട് അവരതിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് സിനിമയിൽ നമുക്ക് കാണിച്ചു തരിക. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് ആയിട്ട് തോന്നിയ രണ്ട് പേരാണ്. ഒന്ന് ബേബി ജിൻ്റെ, ദെൻ നന്ദു പൊതുവോൾ. എനിക്ക് ആ ചേട്ടൻ്റെ പേര് കറക്റ്റ് അറിയില്ല, തന്നെയാണെന്ന് തോന്നുന്നത്. മറ്റേ നമ്മൾ സ്ഥിരം പടത്തിൽ മറ്റേ വഴിപോക്കനായിട്ട് ഈ സിനിമയിൽ അടക്കം ടീസ് ചെയ്യുന്നുണ്ട്, പോടാ വഴിപോക്കാന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ സ്ഥിരം വഴിപോക്കനായിട്ട് കാണാറില്ല ആ മൂപ്പര്. ഫസ്റ്റ് പാർട്ടിലും ഉണ്ട്. ഇവർ രണ്ടുപേരാണ് എനിക്കിതിൽ ഒരു ഓവർ ദി ടോപ്പായിട്ട് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ആയിട്ട് ഒരു ക്യാരക്ടേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. കാരണം അവർ വരുന്ന സീനുകളെല്ലാം തന്നെ ഹ്യൂമർ പ്രോപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മറ്റേ ചങ്ങായി എവിടെയൊക്കെ വന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെ അല കിഡിലിനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും മോശമൊന്നുമല്ല. ബാക്കി എല്ലാവരേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഇവരുടെ പെർഫോമൻസാണ് സിനിമയിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. കാരണം ഇവർ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമുക്ക് എന്തെങ്കിലും ഒരു കൗണ്ടർ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഇങ്ങനെ കുറേ പെർഫോമൻസും എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈവൻ അമ്മൂമ്മയായിട്ട് വരുന്ന ക്യാരക്ടർ അങ്ങനെ വന്നു പോകുന്നവരെ വെറുതെ വലിച്ചു കയറ്റി എന്തെങ്കിലും ഒരു കാര്യം തട്ടിക്കൂട്ടിയിട്ട് ഒരു സീക്വൽ ഇറക്കമല്ല. ഫസ്റ്റിനേക്കാൾ നന്നായിരിക്കണം എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കിയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്കറിയാം, ഐ തിങ്ക് തിയേറ്ററിക്കലി ഫ്ലോപ്പായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മിഥുൻ മേനോൻ തോമസ് ആണ് ഇവരുടെ ഇൻസ്പിറേഷൻ. ഫസ്റ്റ് ആഡ് പൊട്ടിച്ചു, പിന്നെ സെക്കൻഡ് പാർട്ട് ഹിറ്റാക്കി എന്നൊക്കെ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഫസ്റ്റ് ആക്ച്വലി തിയേറ്ററിക്കലി ഫ്ലോപ്പായി. തന്നെ ഒ ടി ടിയിലൊക്കെ വന്നപ്പോൾ കുറേ പേര് കണ്ട്, വേർഡ് ഓഫ് മൗത്ത് കാരണം കുറേ പേര് കണ്ട് പബ്ലിസിറ്റി ആയിട്ടൊരു പടമാണ്. അങ്ങനെ ഒരു പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഈ ക്യാരക്ടേഴ്സിനെ വെച്ച് തട്ടിക്കൂട്ടിയൊരു സാധനമായിരിക്കും എന്നാണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പടം തന്നെയാണ്. പേഴ്സണലി സെക്കൻഡ് ഹാഫ് എനിക്ക് ഈ സിനിമയിൽ എലിവേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫീലിലേക്ക് വന്നത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ സ്ഥലത്തൊക്കെ ചിരിക്കാനുണ്ട്. എന്നാൽ ഇതൊരു കംപ്ലീറ്റ് ഫുൾ ഇപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു ഫൺ റൈഡ് എന്ന രീതിയിലല്ല ഈ സിനിമ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇത് പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ഹ്യൂമറാണ്. അതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു രസം വരുള്ളൂ. പ്രായഭേദമന്യേ എല്ലാവർക്കും കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു മലയാളം ഡാർക്ക് ഹ്യൂമർ എൻ്റർടൈനറാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കുക. കാരണം തിയേറ്ററിൽ വളരെ ആൾക്കാർ കുറവായിരുന്നു ഞാൻ കണ്ട സമയത്ത്. ഫസ്റ്റ് ഡേ ഐ തിങ്ക് രണ്ടാമത്തെ ഷോ എന്നാണ് ഞാൻ കണ്ടത്. വളരെ ലിമിറ്റഡ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ റിസപ്ഷൻ നോക്കിയിട്ടായിരിക്കും ആൾക്കാർ ഇനി കയറുന്നുണ്ടാവുക. കുറച്ച് പേരെ ഒരു നല്ലൊരു ഒരു ഫീൽ ഗുഡ് അല്ല, അപ്രോച്ച് മാറിയിട്ട് ഒരു പ്രോപ്പർ ഡാർക്ക് ഹ്യൂമർ സിനിമ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയ്ക്ക് കയറുക. കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചിരിക്കാനും കുറേ നല്ലൊരു പടം കണ്ടെന്ന് ഫീൽ നമുക്ക് കിട്ടും. കണ്ടുപോക്കുക. കണ്ടവരാണെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.